ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. നമ്മുടെ അബിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയാണ്. പൊളിഞ്ഞിട്ട് മുത്തശ്ശൻ നല്ല അടിയൊക്കെ കൊടുത്ത് അവിടുന്ന് ഇറക്കിയൊക്കെ വിടുന്നുണ്ട് അബിയെ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അബിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള വിവരം എല്ലാവരും അറിയുകയും ചെയ്യാണ്. ആ ഒരു അടിപൊളി എപ്പിസോഡിനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണെന്നറിയാം. ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അനാമിക ആകെപ്പാടെ സന്തോഷത്തിലാണല്ലോ ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോള് എന്നുള്ള കാര്യത്തിൽ. അനാമിക വിളിച്ചിട്ട് രേവതിയോട് പറയുന്നുണ്ട്, അമ്മേ ഇവിടെ മൊത്തം ദേ ഇന്ന് ആ ആദർശം എന്ന് പറയുന്നവൻ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അനിയെ സ്നേഹിക്കണമെന്നും അവനെ കുറ്റപ്പെടുത്തരുതെന്നും ഒക്കെ പറയാൻ. അപ്പോൾ എൻ്റെ വായിൽ നിന്ന് നല്ല വർത്തമാനം അവൻ കേട്ടിട്ട് പോയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ നീ അവനോട് പറഞ്ഞത്? ആ കൊച്ചിൻ്റെ കാര്യം വെച്ചിട്ടാണോ നീ സംസാരിച്ചത് എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ അനാമിക പറയാണ്, അതെ, അവനെ കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ ചതിച്ച് ഒരു കുഞ്ഞും ഉണ്ടായിട്ട് ഇപ്പം എന്നെ ഉപദേശിക്കാൻ വരുന്നു. ഞാൻ നല്ല രീതിയിൽ നടക്കണമെന്ന് പറയാൻ വരുന്നു. അതിനൊക്കെ അവന് എന്ത് അവകാശമുള്ളത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? എനിക്കിപ്പോൾ പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പായി. അതുപോലെ തന്നെ ആ നയനയുടെ അടുത്ത് ഞാൻ നല്ലത് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൾക്കും കുറച്ച് അഹങ്കാരം കൂടുതലാണ്. മാതൃകാ ദമ്പതികളല്ലേ ആദർശം നയനയും. അവൾ എന്നെ ഇനി മേലെ ഉപദേശിക്കാൻ വരില്ല എന്നൊക്കെ പറയാണ് കേട്ടോ അനാമിക. അങ്ങനെ മുന്നോട്ട് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നവ്യയുടെ മനസ്സിൽ മുഴുവൻ അഭി നല്ല ഒരു പ്രതിരൂപമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ജലജയാണെങ്കിൽ നന്ദാവനത്തിൽ ചെന്നിട്ട് അവിടെയും കുളം കലക്കുന്നുണ്ട്. നൈസായിട്ട് തന്നെ നമ്മുടെ കനകത്തിനോടും ഗോവിന്ദനോടും ഈ വിവരങ്ങളൊക്കെ അങ്ങ് പറയാണ് ജലജ. ആദർശിൻ്റെ കുഞ്ഞാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അത് മനസ്സിലാകുന്നില്ല നമ്മുടെ കനകയ്ക്ക്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, എന്താ നയനിക്ക് ഒരു കുട്ടി ഉണ്ടായില്ലെങ്കിലും നയനി ഇനി അങ്ങ് ജീവിച്ചോളും എന്ന് പറയുമ്പം ഉടനെ തന്നെ കനക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറ്റില്ല, ആദർശിൻ്റെ ഒരു കുഞ്ഞു വേണം അവൾക്ക്, എന്നാലേ അവരുടെ ജീവിതം സന്തോഷമായിട്ട് പോകത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ മനസ്സിലിങ്ങനെ ആലോചിക്കാനും, ആദർശിൻ്റെ ഒരു കുഞ്ഞ് അവിടെ വന്നിട്ടുണ്ടല്ലോ, അതിനെ നോക്കി അവളുടെ ജീവിതം അങ്ങ് കഴിഞ്ഞു പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ കനക വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനന്തപുരിയിലെന്ന് ചോദിക്കുമ്പോൾ ജലജ പറയാണ്, അപ്പം നിങ്ങളിതൊന്നും അറിഞ്ഞില്ലല്ലേ? നിങ്ങളുടെ മരുമോൻ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ അവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുക. നിങ്ങളുടെ മൂത്ത മരുമോൻ്റെയാണെന്നാണ് പറയുന്നത് എന്ന് പറയാണ്. അപ്പോൾ കനക ചോദിക്കുക, ആരുടെ? ആദർശിൻ്റെയോ? അപ്പം ജലജ പറയാം, പിന്നെ അല്ലാതെ എൻ്റെ മോനെയല്ലേ നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം കുറ്റം പറഞ്ഞ് നടക്കാറ്. അഭിയാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതെന്നും അവനാണ് മോശപ്പെട്ടവനെന്നൊക്കെ. ഇപ്പം എന്നിട്ട് നിങ്ങളുടെ ആദർശ മോൻ അവൻ്റെ തനി സ്വരൂപം എല്ലാവരും അറിഞ്ഞല്ലോ. അനന്തപുരിയിൽ ഇത് പാട്ടാവുകയും ചെയ്തു. നിങ്ങൾ ഇതുവരെ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഗോവിന്ദൻ പറയാം, ഇതെന്തായി പറയുന്നത്? അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. നയനമോൾ ഇവിടെ വരിക ചെയ്താണല്ലോ, എന്നിട്ട് അവൾ പറഞ്ഞില്ല, അവൾ വിളിച്ചും പറഞ്ഞില്ലല്ലോ എന്ന് പറയണം. അപ്പം ജലജ പറയാം, ദേ ഇവക്കറിയാം, ഈ നവിക്കറിയാം കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങളെ ഒന്നും വിഷമിപ്പിക്കേണ്ടല്ലോ എന്നോർത്ത് അവളൊന്നും പറയാതിരുന്ന. പിന്നെ എനിക്കത് നോക്കേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ മോനെ എപ്പോഴും കുറ്റപ്പെടുത്തുമ്പം ഞാനിത് പറയാതിരിക്കുന്നത് ശരിയാണോ? എൻ്റെ മോൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് ആദ്യം കയറി വരേണ്ടിയിരുന്നത്. ഇപ്പം അതിനു മുമ്പ് ആദർശിൻ്റെ കൊച്ചിനെയും കൊണ്ട് വന്ന് കയറിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പം എന്താവും എന്തോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഞെട്ടിപ്പോവാണ് കനകയും ഗോവിന്ദനും. എന്നിട്ട് ചോദിക്കുക നവ്യോട്, മോളെ ഇതൊക്കെ സത്യമാണോ? എന്താ ഈ കേൾക്കുന്നത്? ആദർശിന് വേറെ കുഞ്ഞുണ്ടെന്നോ? എന്താ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയാ, അത് ശരിയാ അമ്മേ, അഭി ഇവിടെ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞതാ. പിന്നെ അമ്മയും അച്ഛനും ഒന്നും വിഷമിക്കേണ്ടെന്ന് വെച്ച് ഞാൻ പറയാതിരുന്നാന്ന് പറയാം. എന്നിട്ട് നയനി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ ഇതൊക്കെ സഹിച്ച അവിടെ എന്തിനാ നിൽക്കുന്നത്? അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ ആദർശിനോട് ചോദിക്കാൻ മേലേ? ദേവേനി എന്തോ പറയുന്നത് എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേസമയം നവ്യ പറയാ, അതവൾ പറയാത്തതാമേ, കാരണം നിങ്ങൾ വിഷമിക്കേണ്ടല്ലോ എന്ന് ഓർത്തായിരിക്കും ഞാൻ അവളെ വിളിച്ച് ചോദിച്ചതാ. അപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ സമ്മതിക്കുകയും ചെയ്തു. അവൾ ആ കൊച്ചിനെ അംഗീകരിച്ച മട്ടാണ് എന്ന് പറയാം. അപ്പോൾ ഉടനെ കനക പറയാ, അവളുടെ സ്വഭാവത്തിന് അവൾ അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷേ ആദർശ് ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഒരുമിച്ച് ജീവിക്കുന്നതിൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? വിവാഹത്തിന് മുമ്പ് മറ്റൊരു പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുണ്ടാവുക, അത് മറച്ചു വെച്ച് വിവാഹം കഴിക്കുക, എന്നിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊച്ചു വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞാൽ അതെന്താ? ഇതൊക്കെ മൂർത്തി സാറും അനുവദിച്ച് കൊടുത്തോ എന്നൊക്കെ കനക ചോദിക്കുക. അപ്പോൾ ജലജ പറയാണ്, അച്ഛന് കുറ്റം പറയാനാണെങ്കിൽ എൻ്റെ മോനെയല്ലേ ഉള്ളൂ. ഇതിപ്പം ആദർശിൻ്റെ കൊച്ചായതുകൊണ്ട് അത് അംഗീകരിച്ചു കൊടുത്തു. നേരത്തെ മുതലേ അങ്ങനെയാണല്ലോ. ആദർശിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അച്ഛനും അമ്മയൊക്കെ തയ്യാറാ. അതുകൊണ്ടാണ് അവന് ഇത്രയും അധികാരം എന്നൊക്കെ ഇങ്ങനെ പറയുമോ ജലജി. അങ്ങനെ അവിടെ മൊത്തം ടെൻഷനൊക്കെ ആക്കി വെച്ചിരിക്കുക.
അത് കഴിയുമ്പോൾ കനക നയനയെ വിളിക്കുന്നുണ്ട് കേട്ടോ. നയനയെ വിളിച്ചിട്ട് ചോദിക്കാം, നയന മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാം, എന്താ അമ്മേ അവിടെ അപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ, ഇനി എന്തിനാ ചോദിക്കുന്നത്, അബിയും അപ്പച്ചി അവിടെ കയറി ഇറങ്ങുന്നിടത്തോളം കാലം ഇവിടുത്തെ പ്രശ്നങ്ങൾ വലുതാക്കി അവിടെ വന്ന് പറയുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് പറയുമ്പോൾ കനക ചോദിക്കുക, കേട്ടതൊക്കെ സത്യമാണോ? അപ്പം നയന പറയുന്നുണ്ടേ, അത് സത്യം തന്നെയാണ്, ഒരു കുഞ്ഞിനെ ഇവിടെ മുത്തശ്ശൻ കൊണ്ടുവന്നിട്ടുണ്ട്, ആരോരും ഇല്ലാത്ത ഒരു കുട്ടിയാണത്. അത് പിന്നെ അനന്തപുരിയിലെ മുത്തശ്ശൻ്റെ ഏതോ ഒരു കൊച്ചുമോൻ്റെ കുട്ടിയാണെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അതിനും തെളിവൊന്നുമില്ല. പക്ഷേ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് സ്ഥാപിക്കാനാണ് ഇവിടെ അബിയും അപ്പച്ചിയും ഒക്കെ ശ്രമിക്കുന്നത്. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ആദർശേട്ടനും ഉറപ്പുണ്ട്. പിന്നെ മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും പറയട്ടെ, ഒരു കുഞ്ഞല്ലേ, 4-5 വയസ്സുള്ള ഒരു കുഞ്ഞ്, അതിനെ ഇവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കില്ലല്ലോ. എനിക്കിപ്പോൾ അവൾ മകളെ പോലെ തന്നെയാണെന്ന് പറയാണ്. അപ്പോൾ കനക പറയാണ്, ആദർശ് സമ്മതിച്ചോ നിന്നോട്? ആദർശേട്ടൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ആദർശേട്ടൻ ആ പെൺകുട്ടിയോ കുഞ്ഞിനെയോ ഒന്നും അറിയാൻ പാടില്ല. ആദർശേട്ടൻ്റെ തലയിൽ ഇതെല്ലാം മനഃപൂർവ്വം കെട്ടിവെക്കുന്നതാണ് അബി എന്ന് പറയാം. അപ്പോൾ കനകയ്ക്ക് ഒരു സംശയം തോന്നുക കേട്ടോ, ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത് അബിയല്ലേ, അപ്പോൾ അബി എങ്ങാനും ആണോ മോളെ എന്ന് കനക ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയാം, അതും പറയാറായിട്ടില്ല, അതിന് നമ്മുടെ ഈ തെളിവില്ല. അത് പറയാൻ ആ കുട്ടിയുടെ അമ്മ അനഘയ്ക്ക് സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കോമാ സ്റ്റേജിൽ കിടക്കല്ലേ, പിന്നെ എങ്ങനെയാണ് അത് തെളിയുന്നത്? ഇനി അതിന് തെളിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അറിയാം അബിയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന്. അബിയാവാൻ ചാൻസ് ഇല്ലാതൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ കനകയ്ക്ക് പിന്നെ ആദ്യമാണ് കേട്ടോ. നവ്യ വിഷമിക്കില്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പം നയന പറയാണ്, എന്ത് വന്നാലും അത് നേരിടാൻ തയ്യാറാവണം, അബി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നവ്യേച്ചി അംഗീകരിക്കണം എന്ന് പറയാണ്. അങ്ങനെ നയന ചോദിക്കുന്നുണ്ട്, അമ്മേ നൂലുകെട്ടിൻ്റെയൊക്കെ സമയമായില്ലേ, അതിനിപ്പോൾ എല്ലാവരെയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കനക പറയുന്നുണ്ട്, അതെ നൂലുകെട്ട് ഇവിടെ വെച്ച് തന്നെ നടത്തണം കുഞ്ഞിൻ്റെ, അങ്ങനെ ആവുമ്പം അനന്തപുരിയിൽ നിന്നുള്ളവരൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് പറയാണ്. മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ പറയണ്ടേന്ന് നയന ചോദിക്കുമ്പം അതൊക്കെ ഞങ്ങൾ വന്ന് പറഞ്ഞോളാം, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും നൂലുകെട്ടിന് വരികയും ചെയ്യണമെന്ന് പറയണം. അങ്ങനെ കനകയും ഗോവിന്ദനും കൂടെ പോവുകയാണ് കേട്ടോ അനന്തപുരിയിലേക്ക്, നവ്യയുടെ നൂലുകെട്ടിനെ എല്ലാവരെയും ക്ഷണിക്കാനായിട്ട്. അങ്ങനെ അനന്തപുരിയിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, നൂലുകെട്ട് ഇന്ന ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എല്ലാവരും വരണം എന്ന് പറയാണ്. അബിയാണ് നൂല് കെട്ടേണ്ടത്, അതുകൊണ്ട് അബിയും മറ്റുള്ളവരെല്ലാവരും വരണം എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശന് എന്തൊക്കെയോ വയ്യായികളൊക്കെ ആയിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ ഞങ്ങളെല്ലാവരും വരാം, അതോടൊപ്പം ഞാൻ വന്നില്ലെങ്കിലും കുഞ്ഞിൻ്റെ അച്ഛൻ അബിയല്ലേ, അബിയും അവൻ്റെ അമ്മയും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാം എത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നൂലുകെട്ടൊക്കെ നടക്കുകയാണ്. നൂലുകെട്ടിൻ്റെ അന്ന് അബി നല്ല സുന്ദരനായിട്ട് അവിടെ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ കൂടെ നമ്മുടെ ദേവയാനിയും നയനയും ഒക്കെ എത്തുന്നുണ്ട്. ജലജയും വരുന്നുണ്ട്. ജലജ അത്ര വലിയ സംതൃപ്തിയോട് കൂടിയൊന്നും അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൊണ്ട് അനാമികയൊന്നും വന്നിട്ടില്ല. അങ്ങനെ ചടങ്ങ് നടക്കുകയാണ്. നവ്യയും അബിയും കൂടി കുഞ്ഞിന് നൂലുകെട്ട് നടത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ദേവയാനിയൊക്കെ ഉണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ദേവയാനിയുടെ ഉള്ളിൽ മുഴുവൻ ചാന്തുമോളോടുള്ള വെറുപ്പൊക്കെ ഉണ്ട്. കാരണം ആദർശിൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ദേവയാനിക്ക് അത് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ദേവയാനി അത് മറച്ചു വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട് നയനയോട്, ആദർശേട്ടൻ്റെ കാര്യത്തിൽ എന്തായി, ആ കൊച്ചിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ, നീ എന്തെങ്കിലും തീരുമാനം എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, ഇല്ല ചേച്ചി, ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ തെളിവുകളൊക്കെ വരുമ്പോൾ തന്നെ എനിക്കത് വ്യക്തമാകും, എല്ലാവരുടെയും മുമ്പിൽ അത് വ്യക്തമാക്കുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പം ആ കാര്യമൊന്നും ചർച്ച ചെയ്യണ്ട, ചന്തുമോൾ അവിടുത്തെ ഒരു അംഗത്തെ പോലെയാണ്, അവളെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നവ്യ പറയാണ്, അത് നയനെ നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാനിപ്പോൾ ഈ കുഞ്ഞിൻ്റെ നൂലുകെട്ട് കഴിഞ്ഞു, ഈ കുഞ്ഞിനെയും കൊണ്ട് അനന്തപുരിയിലേക്ക് വരേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ മറ്റൊരു കുഞ്ഞ്, ആരുടേതെന്നറിയാത്ത, അനന്തപുരിയിലെ അവകാശിയാണോ എന്ന് പോലും അറിയാത്ത ഒരു കൊച്ചിന് എൻ്റെ കുഞ്ഞിന് കിട്ടുന്നതിൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുമ്പം, അവകാശങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുമ്പം അതെനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്താ നവ്യേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബിയും പറയുന്നുണ്ട്, അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്, ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്, എനിക്കും അത് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അനന്തപുരിയിലേക്ക് വരുന്നപ്പോൾ അവിടെ മറ്റൊരു കൊച്ച് വിലസുന്നത്, ഇനിയിപ്പോൾ അത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ആദർശിൻ്റെ കൊച്ചാണല്ലോ എന്ന് വിചാരിക്കാം, ഇതങ്ങനെ ഒരു ഉറപ്പുമില്ല, ആ കൊച്ചിനെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അബിയും പറയാം. അപ്പോൾ ഉടനെ നയന പറയുന്നുണ്ട്, അബിക്ക് എപ്പോഴാണ് ഇങ്ങനെയൊക്കെ തോന്നിയത്, ഇപ്പോഴല്ലേ നവ്യേച്ചിയും കുഞ്ഞിനോട് സ്നേഹം തുടങ്ങിയത്, ആദ്യം തന്നെ ഒരു ഇരട്ടത്താപ്പില്ലേന്ന് എനിക്ക് സംശയമുണ്ട്, ഇത്രയും നാളും ഈ ചന്തുമോള് വരുന്നതിന് മുമ്പ് വരെ നവ്യേച്ചിയെ കാണാനോ കുഞ്ഞിനെ കാണാനോ അബി വരാറില്ലല്ലോ, അതുപോലെ അവിടെ വെച്ച് ചെയ്ത അവഗണനയും എല്ലാം ഞങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം, ഇപ്പോൾ ഒരു പ്രത്യേകതരം സ്നേഹം ഉണ്ടാകാൻ കാരണം എന്താണെന്നുള്ളതിൽ ഒരു സംശയമില്ലാതില്ല എന്ന് പറയുമ്പം അബി ആകെപ്പാടെ ഒന്ന് വിളറുന്നുണ്ട് കേട്ടോ, എങ്ങാനും കള്ളത്തരങ്ങളെല്ലാം വെളിയിൽ വരുമോ എന്നുള്ളൊരു തോന്നൽ അബിക്കും ഒക്കെ വരുന്നുണ്ട്.
ദേവയാനി അവിടെ കനകയോട് കുറ്റപ്പെടുത്തി തന്നെ പറയാണ്, ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരൻ തന്നെയാണ്. ആ കൊച്ചിനെ സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റില്ലെന്ന് പറയാണ്. അവൻ വിവാഹത്തിന് മുമ്പ് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അത് അവൻ തുറന്നു പറയാനായിരുന്നു. നയനമോളെ വിഷമിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവളോടെങ്കിലും അവന് സത്യം പറയായിരുന്നു. ഇതിപ്പോൾ അവൻ്റെ കൊച്ചാണെന്ന് അവൻ തന്നെ അംഗീകരിച്ച സ്ഥിതിക്ക് അതിനെ അംഗീകരിക്കാനൊന്നും എനിക്ക് പറ്റില്ലെന്ന് പറയുമ്പോൾ നയന തിരുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെയല്ല അമ്മേ ആദർശേട്ടൻ പറഞ്ഞത്. എന്തായാലും അത് ആദർശേട്ടൻ്റെ കുഞ്ഞൊന്നും അല്ല. പക്ഷേ ചന്തുമോളോട് അമ്മ വെറുപ്പൊന്നും കാണിക്കരുത്. ഇതിൻ്റെ സത്യങ്ങളൊക്കെ വലിയ താമസം ഇല്ലാതെ തന്നെ പുറത്തു വരുമെന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാ, സത്യം അറിയട്ടെ, ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയട്ടെ, അതുവരെ ഇതൊന്നും അംഗീകരിച്ച് തരാൻ എനിക്ക് അത്ര വിശാല മനസ്കതയൊന്നും ഇല്ല എന്ന് ദേവയാനി അവിടെ പറയുന്നുണ്ട്. അങ്ങനെ നൂലുകെട്ടൊക്കെ അങ്ങ് കഴിയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദുവിനെ ആ ട്രെയിനർ നന്നായിട്ട് ഉപദ്രവിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ കട്ടിയുള്ള എക്സസൈസുകളും ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ എല്ലാം വീഡിയോ എടുത്ത് ദിവസവും തന്നെ നമ്മുടെ വേണുവിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണു, അനാമികയും രേവതി ഇത് കണ്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കുകയാണ്. അവർക്ക് നല്ല പണിയാണല്ലോ കിട്ടുന്നതെന്നുള്ള രീതിയിൽ. അതേ സമയത്ത് വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. നന്ദുവിനെ എങ്ങനെയെങ്കിലും ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ ട്രെയിനർ ഒരു കാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. നന്ദുവിൻ്റെ തലയിൽ ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം ചുമത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു കൃത്രിമമായിട്ടൊരു സംഘർഷമൊക്കെ ഉണ്ടാക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന നന്ദുവും കൂട്ടുകാരിയും കൂടി ഈ ട്രെയിനർക്ക് ഒരു 8ൻ്റെ പണി തന്നെ കൊടുക്കുക. അടിച്ച് പപ്പടാക്കി കളയാണ് കേട്ടോ. ആ ട്രെയിനറിനെ ഇരുട്ടടിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണെന്ന് മനസ്സിലാവുന്നുമില്ല. നല്ല പണി കിട്ടിയിരിക്കുന്നതൊക്കെ ഉണ്ട് ട്രെയിനർ. അപ്പോൾ ഈ വിവരം വിളിച്ച് വേണുവിനോടും രേവതിയോടും പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട് അവൾ തന്നെയായിരിക്കും ചെയ്തത്. അവൾക്ക് ഈ ഇരുട്ടടിയുടെ കാര്യത്തിലൊക്കെ നല്ല നിശ്ചയമാണ്. നേരത്തെ ഇതുപോലെ ഞങ്ങൾ അവൾക്കൊരു കൊട്ടേഷൻ കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് അവൾ അത് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ രാത്രി ഇവിടെ വന്നിട്ട് ഞങ്ങളെല്ലാം അടിച്ച് പപ്പടാക്കി ഇട്ടേച്ച് പോയതാ. അങ്ങനെയുള്ള അവൾ തന്നെയായിരിക്കും ചെയ്തത്. അവൾക്ക് അതിനു വേണ്ടി നല്ല തക്ക ശിക്ഷ കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ ട്രെയിനർ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത ഒരുത്തിയാണെങ്കിൽ അവൾക്ക് ശിക്ഷ കൊടുത്തിരിക്കും. പക്ഷെ അതിനൊരു തെളിവുമില്ല. ഇരുട്ടത്ത് വന്നല്ലേ രണ്ടുപേരും കൂടി ഇത് സാധിച്ചിട്ട് പോയത്. എനിക്കാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ അതിനെങ്ങനെ കൊടുക്കും പരാതി എന്നുള്ള കാര്യത്തിൽ അറിയില്ല. അഥവാ ഇങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് അടികൊണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ക്യാമ്പിനുള്ളിൽ എന്തൊരു വിലയുള്ളത്. ഇത്രയും വലിയ ട്രെയിനറായിട്ട് ഇത്രയും പേരുടെ മുമ്പിൽ നിന്നിട്ട് ആ ഉദ്യോഗസ്ഥരുടെയൊക്കെ മുമ്പിൽ ഈ 2 പെൺകുട്ടികളുടെ അടി കൊണ്ട് വീണെന്ന് പറയുമ്പം പിന്നെ എന്നെ ആരും വകവയ്ക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും ഞാൻ പുറത്ത് പറയാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം നന്ദുവിന് അവിടെ നല്ലതായിട്ട് ഉപദ്രവം ഉണ്ടാകുന്നുള്ള കാര്യം മുത്തശ്ശൻ അറിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാമ്പിലെ ഒരു ഓഫീസർ മുത്തശ്ശൻ്റെ പരിചയക്കാരനാണ് കേട്ടോ. അപ്പം നന്ദുവിനെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ട്രെയിനർ വിളിച്ചിട്ട് വേണുവിനോട് സംസാരിക്കുന്നത് അയാൾ കേൾക്കാണ്. കേട്ട് കഴിയുമ്പോഴേക്കും അയാൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ കുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് മറ്റാരോ ആ കുട്ടിയുടെ ശത്രുക്കൾ ആരോ പറഞ്ഞിട്ടാണ്. അനന്തപുരിയിലെ മൂർത്തി സാറുമായിട്ട് നല്ല ബന്ധമുള്ള കുട്ടിയല്ലേ, അതൊരു പാവം കുട്ടി തന്നെയാണ്. മൂർത്തി സാറിനെ ഈ വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ ഉദ്യോഗസ്ഥൻ മൂർത്തി സാറിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. നന്ദുവിനെ അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ആ കുട്ടിക്ക് ഈ ക്യാമ്പിൽ നല്ല രീതിയിലുള്ള പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുന്നുണ്ട്. നല്ല രീതിയിൽ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നതാണെന്നൊക്കെയുള്ള കാര്യം പറയുമ്പം മൂർത്തി സാറ് പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുത്തോളാം. ഇങ്ങനെ പക്ഷപാതം ചെയ്യുന്ന ഒരു ട്രെയിനർ അവിടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതിൻ്റെ പേരിൽ നമ്മുടെ മൂർത്തി സാർ അവിടെ എത്തുകയും കംപ്ലൈൻറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. അതോടുകൂടി മൂർത്തി സാർ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുമ്പോഴേക്കും നമ്മുടെ ട്രെയിനറാണെങ്കിൽ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുമുണ്ട്. അങ്ങനെ അനാമികയുടെയും വേണുവിൻ്റെയും രേവതിയുടെയും കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വരുന്നൊക്കെ ഉണ്ട്. അതേസമയം അബി അനഘയുടെ അടുത്തേക്ക് വീണ്ടും പോവാണ് കേട്ടോ. വീണ്ടും ചെന്ന് കഴിഞ്ഞ് അനഘയോട് ചോദിക്കുന്നുണ്ട് എന്താടി നിനക്ക് എന്തെങ്കിലും അനക്കമൊക്കെ വെച്ച് തുടങ്ങിയോ? നാവ് അനക്കാനോ കൈകാലും അനക്കാനോ ഒക്കെ നോക്കുമ്പം അങ്ങ് മിണ്ടാതെ ചത്തതുപോലെ അങ്ങ് കിടന്നോണം. ജീവനുണ്ടെന്ന് മാത്രം മതി. അല്ലാതെ എന്തെങ്കിലും പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിന്റെ ജീവൻ ആ നിമിഷം പോകും. അത് നീ ഓർത്തോണം എന്നൊക്കെ വന്നിട്ട് അബി പേടിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ അനഘയെ. എന്നിട്ട് കവിളിലൊക്കെ കുത്തി പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജോലിക്കാരി കാണുകയാണ് അവിടെ നിന്നിട്ട്. അപ്പോൾ ജോലിക്കാരിക്ക് മനസ്സിലാകാണ് കേട്ടോ ഈ അബി അനഘയെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ടെന്ന്. ജോലിക്കാരി അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കും. അതിനുശേഷം അബി അങ്ങ് പോവാണ്. അബി പോയി കഴിയുമ്പം ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ വിവരം ആദർശ് സാറിനെ അറിയിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അനഘ മേഡത്തിൻ്റെ ജീവന് തന്നെ ആപത്താണ്. കാരണം ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അബിയുടെ പ്ലാന്. അബി പല പ്രാവശ്യവും ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് തൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുന്നത്. അപ്പം ഈ ചതിക്കൊക്കെ പിന്നിൽ ഈ അബി തന്നെയായിരിക്കും. അതുകൊണ്ടല്ലേ അനഘയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ ആദർശ് സാറിൻ്റെ തലയിൽ എന്നിട്ട് ഈ കുറ്റമെല്ലാം വെച്ചിരിക്കുകയാണ്. ഏതായാലും ഈ വീഡിയോ ആദർശ് സാറിന് അയച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിച്ചിട്ട് അവർ ആ വീഡിയോ ആദർശ്
ആദർശന് സെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ എന്നിട്ട് ആദർശനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആദർശ് സാറേ ഇവിടെ അബി സാറ് വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അനഘയെ ഒരുപാട് ഉപദ്രവിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്തിട്ടാണ് പോയത്, കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ചു. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. ആ കുട്ടിക്ക് ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അബി സാർ അതിനെ കൊല്ലുമെന്ന് വരെ പറഞ്ഞേച്ചാണ് പോയിരിക്കുന്നത്. അതിനുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. സാറിൻ്റെ ഫോണിലേക്ക് അതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ തലയിൽ കുറ്റം വരലില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നൊക്കെ അവർ പറയുകയാണ്. അപ്പോൾ ആദർശ് നിങ്ങൾ പേടിക്കേണ്ടെന്നൊക്കെ അവരോട് പറഞ്ഞിട്ട് ഈ വീഡിയോ കാണുമ്പം കാണുന്നുണ്ട് കേട്ടോ. അബി അവിടെ ചെന്ന് അനഘയെ ഉപദ്രവിക്കുന്നതും അനഘയോട് സത്യങ്ങളൊന്നും തുറന്ന് പറയരുതെന്ന് പറയുന്നതും കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതും ഒക്കെ കാണുകയാണ് വീഡിയോയിൽ. ആദർശ് അപ്പം ഞെട്ടിപ്പോവാണ്. ആദർശിനെ അപ്പം നയനയെ വിളിച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, നീ ഇത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? അബിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറയാണ്. അവനാണെങ്കിൽ ആ പെൺകുട്ടിയെ അവിടെ ചെന്ന് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ നാവ് ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ കൊല്ലുമെന്നാണ് പറയുന്നത്. അതുപോലെ നേരത്തെ ഈ അവസ്ഥയിലേക്ക് മുത്തച്ഛനോട് സത്യങ്ങൾ തുറന്നു പറയുന്നതിന് മുമ്പ് തന്നെ അനഘ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വീണു പോകാൻ കാരണം അബി തന്നെയാണ്. അബിയുടെ ആൾക്കാരാണ് അന്ന് അവിടെ ആ നാടകം ക്രിയേറ്റ് ചെയ്തതും അനഘയെ ഉപദ്രവിച്ച് മരണത്തിലേക്ക് വരെ എത്തിച്ചതും. അതുപോലെ അവിടെ ആദർശാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചതൊക്കെ അബിയാണെന്നുള്ള കാര്യം അബി അനഘയുടെ മുമ്പിൽ നിന്ന് പറയുന്നത് ഈ ജോലിക്കാരി എടുത്തു കൊടുത്ത വീഡിയോയിലുണ്ട്. ഇതെല്ലാം കണ്ട് ആദർശനും നയനയ്ക്കും ഒക്കെ എല്ലാ സത്യങ്ങളും അങ്ങ് മനസ്സിലാകുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രൂഫേ ഉള്ളൂ, നമുക്ക് ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ മുത്തച്ഛനോട് ചെന്ന് ഇത് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയായിരുന്നു. കാരണം അബി അങ്ങനെ നല്ലവനായിട്ട് നടക്കണ്ടല്ലോ. ഇത്രയധികം ദ്രോഹം ചെയ്ത അവൻ ചന്തുമോളുടെ അച്ഛനാണ് അവൻ. എന്നിട്ട് ആ കൊച്ചിനെ ഒന്ന് തിരിഞ്ഞു നോക്കുമോ? അത് ആദർശേൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടാനല്ലേ അവൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ സ്വന്തം കുഞ്ഞാണെന്ന് അവനത് ആരോടും പറയുന്നു പോലും ഇല്ല. ആ അനഘയോട് എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു. അതുകൂടാതെ എത്ര പെൺകുട്ടികളെയാണ് അവൻ വഞ്ചിച്ചത്. ഇപ്പം നവ്യേച്ചയും ഈ ഒരു കല്യാണവും കുഞ്ഞിനെയും ഒക്കെ മറച്ചു വെച്ചിട്ടല്ലേ അവൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇപ്പോഴാണെങ്കിലും ചന്തുമോളെ അംഗീകരിക്കാനോ ചേർത്ത് പിടിക്കാനോ ഒന്നും അവൻ തയ്യാറാവുന്നില്ലല്ലോ. ആദർശേട്ടനെ ബലിയാടാക്കാൻ മാത്രമല്ലേ അവന് ചന്തുമോളെ സ്വീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ശരിയാ, ആ ഒരു റിസൾട്ട് കൂടി നമുക്ക് കിട്ടണം. അത് കിട്ടിയതിന് ശേഷം മുത്തശ്ശനോട് ഈ കാര്യങ്ങളെല്ലാം പറയണം എന്ന് പറയാണ്. അങ്ങനെ കിരണിനെ വിളിക്കുകയാണ് ആദർശ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് കിരണിനോട്, ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ആയോ എന്ന് ചോദിക്കുക. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ആദർശേ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയാണ്, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്, ആ റിസൾട്ട് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഭയങ്കര ആകാംക്ഷയോടുകൂടി നയനി ആദർശവും ഒക്കെ ചെല്ലുകയാണ് കേട്ടോ ഈ റിസൾട്ട് അറിയാനായിട്ട്. അങ്ങനെ ചെല്ലുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, റിസൾട്ട് കിട്ടി, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അബിയുടെ കുഞ്ഞ് തന്നെയാണ് ചന്തുമോള്, അല്ലാതെ ആദർശിൻ്റെ കുഞ്ഞല്ല. അതുകൊണ്ട് വ്യക്തമായ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ അബി തന്നെയാണ് ഇതിൻ്റെ അകത്ത് കിടന്ന് കളിക്കുന്നത്. അബിയുടെ ചതിയാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ കിരൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് നയനയും പറയാണ് അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കൂടി കിരണിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീഡിയോയിലും കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഇനി ഇതൊക്കെ മുത്തച്ഛൻ്റെ മുമ്പിൽ അറിയിച്ച് അബിയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരികയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പം നയന പിന്നെയും പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമില്ല, നവ്യേച്ചിക്ക് ഇതൊക്കെ അറിയുമ്പം ചന്തുമോൾ ഏതായാലും നമ്മുടെ കുഞ്ഞായിട്ടല്ലേ വളരുന്നത്, അങ്ങനെ തന്നെ വളരട്ടെ ആദർശേട്ടാന്നൊക്കെ പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യം എനിക്കില്ല. അതുപോലെ തന്നെയല്ല ചന്തുമോളെ നമ്മുടെ കുഞ്ഞായിട്ടതൊക്കെ തന്നെ നമുക്ക് വളർത്താം, പക്ഷേ അതിൻ്റെ സത്യം എല്ലാവരും അറിയണമെന്ന് തന്നെ ആദർശ് വാശി പിടിക്കുകയാണ്. അപ്പോൾ കിരണും പറയുന്നുണ്ട്, ശരിയാണ് നയനെ, ആദർശിന് അങ്ങനെ ഒരു പേരുദോഷം കേട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതെല്ലാവരോടും പറയണമെന്ന് തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ അവരങ്ങനെ വീട്ടിലേക്ക് ചെല്ലുക. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അബി അവിടെ വന്നിട്ടുണ്ട്. അബി വലിയ ഒരു പ്രൗഢിയോട് കൂടി വന്ന് തന്നെ ആദർശിനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുകയാണ് മുത്തശ്ശൻ്റെയൊക്കെ മുമ്പിൽ നിന്നിട്ട്. അപ്പോൾ ചന്തുമോളെ നയനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ ആദർശ് വന്നിട്ട് പറയണം, ആഹാ, നയനയും അംഗീകരിച്ചല്ലോ കൊച്ചിനെ, പിന്നെ ഇനി പ്രശ്നമൊന്നും ഇല്ലല്ലോ, ആദർശിൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം എല്ലാവരും അറിയുകയും ചെയ്തു. ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ഇപ്പം നാണക്കേടാണ്, എല്ലാവരും സ്റ്റാഫുകളെല്ലാം അടക്കം പറയാണ് ആദർശിന് വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായിരുന്നെന്നുള്ള കാര്യം. ഇത്രയും നല്ലവനായിട്ടൊക്കെ നടന്നിട്ട് മുത്തശ്ശൻ്റെ പ്രതിരൂപമാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്തൊരു മോശമായ കാര്യമാണ് ഇയാൾ ചെയ്തു വച്ചിരിക്കുന്നത്. എന്നെ ആയിരുന്നല്ലോ കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും താല്പര്യം. അപ്പം ജലജയും പറയാ, അതാ ശരിയാ, എൻ്റെ മോൻ പഠിക്കുന്ന കാലത്ത് ഒന്നോ രണ്ടോ പെണ്ണുങ്ങളെ പുറകെയൊക്കെ ഒന്ന് നടന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇതുപോലൊന്നും ചെയ്തു വച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ജലജയെ നീ മിണ്ടാതിരിക്കാൻ പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, അങ്ങനെ വലിയ ആൾ കളിക്കാനൊന്നും അബി പോകണ്ടെന്ന് പറയാ. അപ്പോൾ ആദർശം പറയാണ്, എടാ
വെറുതെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരരുത്. നീയല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ, നീയല്ലേ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പിന്നെ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി തന്നെ വരികയാണോ നീ? നിനക്ക് നാണയില്ലേ ആദർശ എന്ന് ചോദിക്കുക. ആ സമയത്ത് ആദർശ് ഫോൺ എടുത്ത് മുത്തശ്ശനെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശ ഇത് കണ്ടോ, ഈ വീഡിയോ കണ്ടോ എന്ന് ചോദിക്കുക. അനഘയുടെ വീട്ടിൽ ചെന്ന് ഇവൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് ഇതൊക്കെ ഈ വീഡിയോയിലുള്ളത്. ഇതിലെല്ലാ കാര്യങ്ങളും വ്യക്തമാണെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ തന്നെ മുത്തശ്ശൻ ആ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവരും അത് കാണുമ്പോൾ മുത്തശ്ശൻ അന്തം വിട്ട് പോവാണ് കേട്ടോ. അബി നീയാണോ അപ്പോൾ ഇതിനെല്ലാം പിന്നിലെന്ന് ചോദിക്കുമ്പോൾ അബി പിന്നെയും പറയാണ്, അല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ഇവൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെറുതെ. ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലാതെ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി നയനെ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് മുത്തശ്ശനെ. ഇതെല്ലാം കൂടെ കാണുമ്പം അബി അങ്ങ് ഞെട്ടി നിൽക്കുക. മുത്തശ്ശൻ ഒറ്റ ഒരടി കൊടുത്തിട്ട് അബിയോട് പറയുന്നുണ്ട്, ഇനി മേല ഈ അനന്തപുരി തറവാടിൻ്റെ പടി പോലും അമ്മയും മോനും കടക്കരുത്. മകനെ സപ്പോർട്ട് ചെയ്ത് ഈ രീതിയിലാക്കിയത് നീയാ ജലജയെന്ന് പറയാണ്. ഇപ്പം നിനക്ക് തൃപ്തിയായല്ലോ? നിന്റെ മകൻ്റെ കുഞ്ഞാ ചന്തുമോള്, അതിനെ ഉപദ്രവിക്കാനല്ലേ നീ പിന്നെയും ശ്രമിച്ചുകൊണ്ടേയിരുന്നത്? എപ്പോഴും ആദർശിനെ കുറ്റം പറഞ്ഞപ്പം 100 നാവായിരുന്നല്ലോ, ഇപ്പം നീ എന്ത് പറയുന്നു ജലജയെന്ന് ചോദിക്കുക. അപ്പോഴേക്കും അബി അടി കൊണ്ട് കർണമൊക്കെ തിരുമ്മി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ജലജ പെട്ടെന്ന് പ്ലേറ്റ് മറിച്ചിടുക. ജലജ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ നേരം ജലജ പറയുക, എന്നെ എന്തിനാ ഇറക്കി വിടുന്നത്? ഞാൻ ഇതിലൊന്നും ബാധ്യതയൊന്നുമില്ല. ഇവൻ ചെയ്ത് കൂട്ടിയ തെറ്റിന് ഇവനെ അങ്ങ് ഇറക്കി വിട്ടാൽ മതി. നിന്നെപ്പോലെ ഒരു മകൻ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അബി അങ്ങ് കുറ്റപ്പെടുത്തി നൈസായിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്